ഹലോ സർ. Yeah. സർ ഈ റിബൺ. ഓക്കെ ഓക്കെ ഇതാ സർ, സർ. ചെന്നോളൂ. Yeah. വരൂ, കുറച്ച് നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഇരിക്ക്. ഓക്കേ. നന്നായിട്ടുണ്ടായിരുന്നല്ലേ? നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന പലരും അവരവരുടെ വഴിക്ക് പോകും. പക്ഷെ ഭാര്യ എന്നും കൂടെ കാണും, സന്തോഷത്തിലും ദുഃഖത്തിലും. ഹലോ സർ, എന്താ ഈ ലോകത്തൊന്നല്ലേ? ഹായ് അൻസാർ. ഒന്നുമില്ല, ഇതൊക്കെ കണ്ടപ്പോൾ പലതും ആലോചിച്ചു പോയി. എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? വർഷാവർഷം ഇങ്ങനെയൊരു ദിവസം നിങ്ങൾ ഓർക്കുന്നു. ചടങ്ങിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ റിബൺ കെട്ടലിലും മിഠായി കൊടുക്കലിലും ഒന്നും അല്ല കാര്യങ്ങൾ. ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. സാർ പറയുന്നത് എനിക്ക് ഈ സന്ധ്യയിൽ നിന്നാദം കേൾക്കുമ്പോൾ വിരിയുന്ന മോഹങ്ങൾ എത്രയെന്നു. ഈ സന്ധ്യയിൽ നിന്നാദം കേൾക്കുമ്പോൾ വിരിയുന്ന മോഹങ്ങൾ എത്രയെന്നു. അലതല്ലി ഒഴുകുന്ന കല്ലടയാറുപോൽ നിറയുന്ന സ്വപ്നങ്ങൾ വന്നെടുക്കും. ഈ സന്ധ്യയിൽ നിന്നാദം കേൾക്കുമ്പോൾ വിരിയുന്ന മോഹങ്ങൾ എത്രയെന്നു. ആദർശ്, ഓ, എവിടെയാണ്? റെഡിയായോ? മോളുടെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യോ? അതൊക്കെ എപ്പോഴേ റെഡിയാടോ. ഇതാ തന്റെ ഫേവറേറ്റ്. ഇനി ഫാൻസ് പറയണ്ട. ഈ നേരമില്ലാത്ത നേരത്താണോ നിങ്ങളുടെ ഒരു റൊമാൻസ്? ആ, എന്റെ ദേവു ഇവിടെ ഇരുന്ന് മൊബൈൽ കളിക്കണോ? വാ, സ്കൂളിൽ പോണ്ടേ? വാ വാ വാ, കമൺ കമൺ കമൺ. ഗുഡ് മോർണിംഗ് ആതിര. ഹായ് ശ്രുതി. ആഹാ, ഇന്നും പൊട്ടൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ നൊസ്റ്റാൾജിക്കാണോ? നേരത്തെ വന്നോ നീ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. Good morning. Meet me after 5 minutes with drawing. ഓക്കെ സർ. Sir, this is our final design. Very nice. Good work. Thanks. Okay, you proceed. Okay, sir. Thank you, sir. Adira, Yes, sir. today you are looking very beautiful. Thank you, sir. ആതിര, ആ, നിന്റെ ഫോൺ കുറെ നേരമായി റിങ് ചെയ്യുന്നുണ്ടായിരുന്നേ. ആണോ? നാട്ടിൽ നിന്നാണല്ലോ. എന്താണാവോ? വിളിക്കട്ടെ. ആ ആ എന്തായിരിക്കും ആദർശ് ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ആദർശ്, പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. ആതിര, എന്തു പറ്റി? നീ പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ. എന്താണ്? വാട്ട് ഹാപ്പൻഡ്? അത് എന്റെ കസിൻ ശാന്തി പോയി. എന്താ എന്താ പറ്റിയേ?
ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അറിഞ്ഞില്ല. ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസറോ? അതെ. വിളിക്കുമ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു. എത്ര ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞതാ. എല്ലാം ഒരു തമാശയായിരുന്നു അവൾക്ക്. ഞാൻ വീട്ടിലേക്ക് പോവുക. ആദർശ് വരും. ഓക്കെ, ഞാൻ ബോസിനോട് പറഞ്ഞോളാം. ശരി. എന്നാലും ഈ ചെറിയ വയസ്സിൽ അവൾ അറിഞ്ഞില്ലടോ ഇത്? അറിയില്ല ആദർശ്. ശാന്തിക്ക് എല്ലാം ഒരു തമാശയായിരുന്നു. ദേവു, എത്ര പ്രാവശ്യം പറഞ്ഞു മൊബൈലിൽ കളിക്കരുതെന്ന്? അതിരാ, നീയും പോയി ഒന്ന് റെസ്റ്റ് ചെയ്യ്. മോളെ ഉറക്ക് ചെല്ല്. നീ ഇവിടെ നിൽക്കുകയാണോ? ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല എനിക്ക്. ദേവു ഉറങ്ങിയോ? ലീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പോയിട്ട് വരായിരുന്നു. അച്ഛനെ വിളിച്ചിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ട്. നാളെ നമുക്കൊന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയാലോ? എന്താ? എന്തു പറ്റിയിപ്പോ? ചിലപ്പോഴൊക്കെ എനിക്കും ചില അസ്വസ്ഥതകൾക്ക് തോന്നാറുണ്ട്. ഒരിക്കലും ഞാനത് കാര്യമാക്കിയില്ല. എന്നാൽ ശാന്തിയുടെ കേസ് കൂടെ ഇപ്പൊ കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു പേടി പോലെ. അങ്ങനെ നീ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? എനിവേ, നാളെ ഡോക്ടറെ ഒന്ന് കണ്ടുകളെ. എൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ എബ്രഹാം. താൻ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്. Good morning, sir. How may I help you? Yeah, good morning. I want to meet Dr. Yes. Abraham. He knows me. Just a moment. ഡോക്ടറിന്റെ അടുത്തൊരു പേഷ്യന്റ് ഉണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ. ഹലോ ഡോക്ടർ. ആ ശരി സാർ. ഓക്കെ. ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണ്. റൂം ദേ അവിടെയാ. യെസ് കമിൻ. എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? ആതിരയുണ്ടല്ലോ, ഇരിക്കി. പറയൂ. ആതിരയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ അറിഞ്ഞില്ലേ ശാന്തി? യെസ്, അറിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ആതിരയ്ക്കും ഒരു ടെൻഷൻ. ആദർശ്, നിനക്കാണല്ലോ വലിയ ടെൻഷൻ. ലുക്ക് ആതിര, ഷീസ് വെരി കൂൾ. ആതിരെ, പേടിക്കാനൊന്നുമില്ല. നമുക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാം. അൾട്രാസൗണ്ട്, മമ്മോഗ്രാഫി എല്ലാം ഉണ്ട്. ഡോണ്ട് വെറി ആദർശ്. ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് ഇന്ന് തന്നെ ശ്രമിക്കാം. ഇന്ന് തന്നെ ടെസ്റ്റുകൾ ചെയ്യും. ആദർശ് വേണമെങ്കിൽ ഓഫീസിൽ പോയിക്കോളൂ. ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഡോക്ടർ, അപ്പം ഞാൻ പോയിട്ട് വരാം. ആതിര, എന്നാ നമുക്ക് ടെസ്റ്റുകൾ തുടങ്ങാം. ശീതള ഛായയിൽ നിൻ മന്ദസ്മിതവും ശാന്തമായി എന്നിലേക്കൊഴുകിയെത്തി. ശീതള ഛായയിൽ നിൻ മന്ദസ്മിതവും ശാന്തമായി എന്നിലേക്കൊഴുകിയെത്തി. കളകളാരവം മുഴക്കുന്ന രൂവിയും മേഘരാഗ
ആഹാ ആ, ആദർശ് എത്തിയോ? ഞാൻ പോകാൻ ഇറങ്ങുകയായിരുന്നു. ഞാൻ വരൂ. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. റിസൾട്ട് എന്തായി ഡോക്ടർ? അതിലേക്ക് ആതിര ഇങ്ങോട്ട് വരുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ഇപ്പോൾ അറിഞ്ഞത് നന്നായി. ആതിരയ്ക്കും ബ്രസ്റ്റ് ക്യാൻസറോ? മൈ ഗോഡ്. ഹേ ആദർശ്, പേടിക്കണ്ട. തിങ്ക് പോസിറ്റീവ്ലി. ബട്ട് ഡോക്ടർ, ഇപ്പോൾ 10,040 പേർക്ക് ഇത് കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ് വെച്ച് പറഞ്ഞാൽ 108 പേർക്ക്. നമ്മുടെ ലൈഫ് സ്റ്റൈലും ടെൻഷനും എല്ലാം കാരണമാണത്. ഓൾസോ ജെനറ്റിക്സ് ഫോർ 10 to 15%. ഡോക്ടർ, ബട്ട് ഷീസ് യങ്, ജസ്റ്റ് 32. ഹേ ആദർശ്, ലേഡീസിൽ 30-35 വയസ്സിന് മുകളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ലേറ്റ് പ്രഗ്നൻസി, ലെസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ബോഡി വെയ്റ്റ്, ഇതെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. ഡോക്ടർ, ബട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വേറെ വഴിയില്ലെന്ന്. ട്രീറ്റ്മെന്റും. ആദർശ്, എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഏർലി ഡിറ്റക്ഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നൗ ഷീസ് ഓക്കെ. വി ഫൗണ്ട് ദ കേസ്. വി ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. യെസ് ആതിര, വരൂ, ഇരിക്കൂ. പേടിക്കണ്ട. പെയിൻലെസ് ട്യൂമർ ആയതുകൊണ്ടാണ് ആതിര അറിയാതിരുന്നത്. ഡോണ്ട് വറി. നമുക്കൊരു ചെറിയ സർജറിയിലൂടെ ഇത് മാറ്റിയെടുക്കാം. ഡോക്ടർ, ഈ കീമോ സർജറി എല്ലാം പ്രോബ്ലം അല്ലേ? ആദർശ്, ഒരു ആപ്പിൾ, അതൊരു ചെറിയ കേടുണ്ട്. നമ്മൾ എന്താ ചെയ്യാറ്? ആ ഭാഗം കട്ട് ചെയ്ത് കളയും. സെയിം ലൈക്ക് ദാറ്റ്. ആ ട്യൂമറിനെ നമ്മൾ വേരോടെ കട്ട് ചെയ്ത് മാറ്റും. ഡോക്ടർ, അത് ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് നോക്കാം. നൗ നീഡ് യുവർ ഫുൾ സപ്പോർട്ട് ടു ഹെർ. വെൻ വി ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്? നൗ യു ക്യാൻ ഗോ. ആതിര, ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. വി വിൽ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഡോണ്ട് വറി. ആദർശ്, സീറ്റ് ബെൽറ്റ്. ആദർശ്, ആദർശ്, എന്താ ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൂടെ? അതിന് നിനക്ക് എന്റെ ലൈഫ് കൂടെ വേസ്റ്റ് ആക്കാനായിട്ട് ഇറങ്ങിക്കോളൂ. ആദർശ്, എന്തിനാ ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കുന്നത്? ഞാൻ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? ദേവു, ഒന്നുകിൽ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ആദർശ്, നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസാ. നീ പൊക്കോളൂ. ഐ എം വെരി ബിസി. എന്താ ഇത്ര ദേഷ്യം എന്നോടും അമ്മയോടും? ദേവു, നിനക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ? പോയി എഴുത്. ഹലോ അപ്പൂപ്പ, ഈ അച്ഛനിപ്പോ ഭയങ്കര ദേഷ്യ എന്നോടും അമ്മയോടും. ഹലോ, അച്ഛ പറയൂ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എന്താ നിന്റെ പ്രോബ്ലം? നീയും ആതിരയും തമ്മിൽ പിണക്കമാണോ? അല്ലച്ച, അത് ആതിരയ്ക്കൊരു വല്ലായ്മ. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. എത്ര ദിവസമായി അറിഞ്ഞിട്ട്?
ലാസ്റ്റ് വീക്ക് അറിഞ്ഞതാ. ശാന്തിയുടെ സംഭവത്തിന് ശേഷം ഇതുകൂടെ അറിഞ്ഞപ്പോൾ മനസ്സാകെ തളർന്നു പോയി. ഒരു പേടി, എല്ലാം കഴിഞ്ഞു എന്നൊരു തോന്നല. ആദർശ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്കിത് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെ. അച്ഛാ, അത് താലി കെട്ടിയ ആൾ, അതാണ് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. അതിന്റെ വില നീ കളയരുത്. നിങ്ങളുടെ കളിയും ചിരിയും സന്തോഷം എനിക്കതെന്നും കാണണം. നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന പലരും അവരവരുടെ വഴിക്ക് പോകും. പക്ഷെ ഭാര്യ എന്നും കൂടെ കാണും, സന്തോഷത്തിലും ദുഃഖത്തിലും. നിനക്ക് കൂട്ടായി ജീവിതാവസാനം വരെ അവൾ മാത്രമേ കാണൂ. ആതിര, നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിനക്കാണ് ഈ രോഗം വരുന്നതെങ്കിൽ ആതിര എങ്ങനെ പ്രതികരിക്കുമെന്ന്? മോനെ, രോഗമല്ല പ്രധാനം, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ്. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേ. ഞാനിന്ന് ലീവാണ്. എന്താടോ തനിക്ക് ഇത്ര വലിയ ദേഷ്യം? ദാ തന്റെ ഫേവറേറ്റ് പൊട്ട്. ഇതില്ലാതെ തന്നെ കാണാൻ ഒരു ഭംഗിയില്ല. ഇതെനിക്ക് വേണ്ട. ഞാനിന്ന് ലീവാ. ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കോളൂ. ഞാൻ താഴെ ഉണ്ടാവും. വേണ്ട, ഞാൻ പോയിക്കോളാം. എന്താ ഇപ്പൊ ഒരു ചേഞ്ച്? സംസാരിച്ച സമയം കളയണ്ട. ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ലൈഫും. ഇതിനിടയിൽ ഞാനിവിടെ ജോയിൻ ചെയ്തു. എല്ലാം ഇപ്പോൾ കഴിഞ്ഞ പോലെ. സർ, അപ്പോൾ ആതിര മാഡം, അതോ? ആതിര, ആ തിര ഇപ്പോഴും വീശിയടിക്കുന്നുണ്ട്. ഇന്ന് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഫൈനൽ റിസൾട്ടാണ്. സാർ, അന്ന് ഓഫീസിൽ വന്നത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? ഇതൊക്കെ നടക്കുമോ? ഒരു ടെൻഷനായിരുന്നു. ബട്ട് യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. സർ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. അൻസാർ, ആതിരെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോഴും ബുദ്ധിമുട്ടാണ്. എൻ്റെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ സർ, ഡോണ്ട് വറി. എനിക്ക് അവളോട് സ്നേഹമായിരുന്നു. എന്നാൽ നഷ്ടപ്പെടുമെന്നുള്ള പേടി എന്നെ ഞാനല്ലാതാക്കി. എൻ്റെ അച്ഛൻ്റെ ജീവിതാനുഭവവും വാക്കുകളും, അതുപോലെ ഡോക്ടർ എബ്രഹാമിൻ്റെ സപ്പോർട്ടും എല്ലാം എൻ്റെ ചിന്തകളെ മാറ്റാൻ സഹായിച്ചു. എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട്. ഡോക്ടറാണല്ലോ വിളിക്കുന്നത്. യെസ് ഡോക്ടർ. ഓക്കെ 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 ഡോക്ടർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് സർ? ഡോക്ടർ എന്നോട് എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കല്ല. ഹീ സെൻഡിങ് ദ ലൊക്കേഷൻ നൗ. കമോൺ സർ, നമുക്ക് പോവാം. ഞാനും വരാം. ഐ വിൽ ടേക്ക് യു സർ. കമോൺ. ഓക്കെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതൽ സംസാരിക്കാനായി ഡോക്ടർ എബ്രഹാമിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ രമേശ്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ സംസാരിച്ചവർ ക്യാൻസറിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എന്നാൽ എനിക്ക് പറയാനുള്ളത് രോഗത്തെക്കുറിച്ചല്ല, അതിനെ നേരിടുന്നതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടേണ്ട ഒരു രോഗമല്ല ഈ ക്യാൻസർ. അതിനെ ധീരമായി നേരിടുക,
ആർക്കായാലും ഇയർലി ഡിറ്റക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആളുകൾക്ക് ധാരണയേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകളാണ്. പേടിക്കാനൊന്നുമില്ല, 100% ക്യൂറബിൾ ആണ്. ഇങ്ങനൊരു ഫംഗ്ഷന് പെട്ടെന്നൊരു ക്ഷണം വന്നപ്പോൾ ഒരു നല്ല എക്സാമ്പിൾ നിങ്ങൾക്കായി തരണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ 6 മാസക്കാലമായി എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് മിസ് ആതിര. സംയോജിതമായ ഇടപെടൽ, കൃത്യമായ ട്രീറ്റ്മെൻറ്റ്, ഒപ്പം മെൻ്റൽ സ്ട്രെങ്ത്. ഇന്ന് പൂർണ്ണമായും ക്യാൻസറിൽ നിന്ന് മുക്തയാണ് ആതിര. ആതിര, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആതിര, പ്ലീസ്. അതെ, ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ ഒളിച്ചോടിയില്ല. അതിന് നേരിട്ടു, ധീരമായി. ആഫ്റ്റർ ട്രീറ്റ്മെന്റ്സ് ഞാൻ ക്യാൻസറിൽ നിന്നും പൂർണ്ണമായി പുറത്തു വന്നിരിക്കുകയാണ്. മൈ ഹസ്ബൻഡ് ആദർശ് എന്നെ വളരെയധികം വളരെയധികം ആദർശ്, today I'm very happy. This moment I'm truly happy. അതിര, ഐ എം സോറി. ഐ എം ഓൾവേസ് വിത്ത് യു. ബട്ട് No, ആദർശ്, ആതിര, ടേക്ക് കെയർ. പക്ഷേ ഡോക്ടർ, ഐ നോ ദർ ഇസ് എ പോസിബിലിറ്റി, എ സെക്കൻഡ് അറ്റാക്ക്. ഒരുപക്ഷേ ആ തിര വീണ്ടും അടിച്ചേക്കാം. ബട്ട് ഐ ആം റെഡി. നോ, വി ആർ റെഡി ടു ഫേസ് ഇറ്റ്. ലെറ്റ് ഇറ്റ് കം.